എന്തായാലും ഇത്രയും നേരം ആയ സ്ഥിതിക്ക് ഇനി ഊണും കൂടെ കഴിഞ്ഞിട്ട് പോവാൻ ടീച്ചറെ. അയ്യോ, അതൊന്നും വേണ്ട അശ്വതി. ഞാൻ അവിടെ രാവിലെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടാ ഇങ്ങോട്ട് പോന്നത്. അത് സാരില്ല, ആന്റി ഇന്ന് ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി. എന്നാ നീ വേഗം പോയി റെഡിയാവുമാളൂ. പേരിനൊന്ന് കഴിച്ചൊന്ന് വരുത്തി നമുക്ക് ഇറങ്ങാം. അല്ല, ടീച്ചർ ഇന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോവാണോ? പിന്നല്ലാതെ, അതിനല്ലേ ഞാനും ജോബിനോടൊപ്പം വന്നത്. ഇനിയിപ്പോ ഇവള് അവിടെ നിൽക്കട്ടെ അശ്വതി. ഇടയ്ക്ക് കുട്ടികൾക്ക് ഇങ്ങോട്ടും വരാലോ. അതെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് തന്നെയാ നല്ലത്. വേണമെങ്കിൽ ഡോക്ടർക്ക് ലീവുള്ളപ്പോ 1-2 ദിവസം ഇവിടെ വന്ന് നിൽക്കാമല്ലോ. രണ്ടുപേരും ഒരുമിച്ചുള്ളതാ നല്ലത്. ചെല്ലുമാളൂ, വേഗം പോയി റെഡി ആയിട്ട് വാ. നീ എന്താ ഇങ്ങനെ പകച്ചു നിൽക്കുന്നത്? ജോബിനൊന്നും പറഞ്ഞില്ലേ നിന്നോട്? ഇല്ല ആന്റി, ഡോക്ടറിന്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞതേയില്ല. ആന്റി എന്തോ സർപ്രൈസ് കരുതിയിട്ടുണ്ടെന്നൊക്കെയാ പറഞ്ഞേ. ആ, എങ്കിൽ സംശയിക്കണ്ട, ഈ കാര്യം തന്നെയാവും അവൻ ഉദ്ദേശിച്ചത്. ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. അപ്പൊ അമ്മയും മോനും കൂടി എല്ലാം ഉറപ്പിച്ചോണ്ടുള്ള വരവായിരുന്നല്ലേ? എന്നിട്ടാണോ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ രണ്ടുപേരും കൂടി എന്റെ മുമ്പിൽ പൊട്ടം കളിച്ചത്? ആ, അതേതായാലും നന്നായി. അയ്യോ, അങ്ങനെ ഇന്ദിരാമ്മയെ മറിച്ചതൊന്നുമല്ല. ഏതായാലും അവളെ കൂട്ടിക്കൊണ്ടു പോണെന്ന് വിചാരിച്ചു തന്നെയാ ഞങ്ങൾ വന്നത്. ആ അശ്വതി, നീയും കൂടെ അങ്ങോട്ട് ചെല്ല്. അവക്ക് വല്ലതും കൊണ്ടുപോകാനുണ്ടെങ്കിൽ ചെന്ന് സഹായിക്കേ. കാലിന്റെ ഒരു പിടുത്തം കാരണം എനിക്ക് കോണിപ്പടി കയറാൻ വയ്യ. ഏയ്, അങ്ങനെ എല്ലാം കൂടി പാക്ക് ചെയ്ത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യത്തിനുള്ളതൊക്കെ അവിടെ ഉണ്ടല്ലോ. ബാക്കിയുള്ളതൊക്കെ അവര് സൗകര്യം പോലെ വന്ന് എടുത്തോട്ടെ. എന്നാലും അവളെ പെട്ടെന്ന് കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു വിഷമം പോലെ. മുരളിയേട്ടൻ പോയപ്പോഴും ടീച്ചറൊന്നും പറഞ്ഞില്ലല്ലോ. നീ എന്ത് വർത്താനാ അശ്വതി പറയുന്നേ? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുവല്ലോ കൊച്ചിനെയും കൊണ്ട് ടീച്ചർ രാജ്യം വിട്ടങ്ങ് പോവുകയെന്ന്. അവർക്ക് എപ്പോ വേണേലും ഇങ്ങോട്ട് വരാല്ലോ. അതെ, ഇടയ്ക്ക് നിങ്ങൾക്ക് അങ്ങോട്ടും വരാല്ലോ. ഇന്ദിരാമ്മ പറഞ്ഞതുപോലെ കാറിലാണെങ്കിൽ 10-20 മിനിറ്റ് കൊണ്ട് അങ്ങ് എത്തില്ലേ. കാര്യമൊക്കെ ശരി തന്നെയാ. എന്നാലും എന്തെന്നാലും നീ ഒന്ന് ചുമ്മാതിരിക്ക അശ്വതി. നീ പറഞ്ഞ് ഇനി അവളുടെ മനസ്സോടെ മാറ്റാൻ നിൽക്കണ്ട. പറഞ്ഞേക്കാം. ഹലോ, പറയടോ. ഡോക്ടർ ബിസിയാണോ? ഇല്ല, താൻ പറഞ്ഞോ. അതെ, ശരിക്കും എന്നെ കൂട്ടിട്ട് പോകാനാണോ ആന്റി വന്നത്? അതെല്ലോ, മമ്മിയക്കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. അല്ല, പെട്ടെന്ന് എന്താ ഇങ്ങനൊരു തീരുമാനം? ഒന്നുമില്ലടോ, തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഒടുവിലും മമ്മി തന്നെയാ പറഞ്ഞത് ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ടുവരാൻ പോവാണെന്ന്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഇനി ഞാനായിട്ട് തിരക്ക് കൂട്ടിയെന്ന് മമ്മിക്ക് തോന്നുകയില്ലല്ലോ. തനിക്കും തിരിച്ചു പോന്നോളാൻ വയ്യാതിരിക്കുകയാണെന്നറിയാം. അല്ല, നിങ്ങൾ എപ്പോഴാ അവിടെ നിന്ന് തിരിക്കുക? ലഞ്ച് കഴിഞ്ഞിട്ടേ ഉള്ളോ? അറിയില്ല. എന്താടോ, താനെന്താ ആകെ വല്ലാതിരിക്കുന്നത്? അതെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമാവൂ? വിഷമോ? എന്താടോ, എന്താ കാര്യം? ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോന്നാ മതിയോ? അതാ അങ്ങനെ? അത് പിന്നെ അപ്പുവിന്റെ കാര്യ. അപ്പു മടങ്ങി വരണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനില്ല. അത് മാത്രല്ല, അപ്പു എന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കുറച്ചു ദിവസം കൂടി കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാന്നുണ്ട്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ കാര്യമാണോ? അതെ. അപ്പോ ഇവിടേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതല്ലേ ഡോക്ടർ എല്ലാവർക്കും നല്ലത്. അതുകൊണ്ടാ ഞാൻ. എന്നോട് പിണക്കൊന്നും തോന്നല്ലേ പ്ലീസ്. ഐ എം സോറി. കാര്യം എന്തെന്നൊക്കെ ഞാൻ പിന്നെ ഡീറ്റെയിൽ ചെയ്യാം. അപ്പുവിന്റെ കാര്യം ആയതുകൊണ്ട് തൽക്കാലം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. സാരമില്ലടോ, എങ്കിൽ പിന്നെ താനവിടെ നിന്നോ. പക്ഷെ എത്രയും പെട്ടെന്ന് ഏൽപ്പിച്ച കാര്യം ചെയ്തു തീർക്കണം കേട്ടോ. ഞാൻ മമ്മിയെ വിളിച്ച് പറയാം. ഓക്കെ? ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഞാൻ വിളിക്കാം. ബൈ. ഡൽഹിക്കോ? അയ്യോ, നടക്കില്ല കേട്ടോ. ഞാനിവിടെ ഫുള്ളി എൻഗേജ്ഡാ. ഇല്ല, നടക്കില്ല. ശരി, അപ്പോ പിന്നെ വിളിക്കാം. ആ, അപ്പോ ഒന്നും കഴിച്ചില്ലേ കമലേ? ഇല്ലെന്നേ, ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു. കുറച്ചു മുമ്പ് ഒരു ജ്യൂസ് കൊടുത്തത് അവിടെ ഇരിക്കുക. ലക്ഷണം കണ്ടിട്ട്
ഇന്നിനി നിരാഹാരമാണെന്ന് തോന്നുന്നു. യാത്ര മുടങ്ങിയതിൽ പാവത്തിന് നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ കാണാതിരിക്കോ? എന്തായാലും അമ്പിസാറ് നല്ല പണിയാ കാണിച്ചത്. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് അവസാന നിമിഷം ഇങ്ങനൊരു മലക്കം മറിച്ചിൽ നടത്തുമെന്ന് അപ്പൊ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ദേ കമലേ, ചുമ്മാ നീ അതും ഇതൊക്കെ പറഞ്ഞ് അപ്പുവിന് പിരിയേറ്റല്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പുവിന്റെ ഗുണത്തിന് വേണ്ടിയാണെന്ന് ആ കുട്ടിക്ക് നന്നായിട്ടറിയാം. ഞാൻ വെറുതെ പറഞ്ഞതാ സാറേ. ഒരു കണക്കിന് ഈ യാത്ര മാറ്റിവെച്ചത് തന്നെയാ നല്ലത്. അപ്പൊ ഫിസിക്കലി അത്ര ഓക്കെ ആയിട്ടൊന്നുമില്ല. അതിന്റെ കൂടെ 2 ദിവസത്തെ ട്രെയിൻ യാത്രയും കൂടി ആവുമ്പോ അവിടെ എത്തുമ്പോഴേക്കും ആള് വല്ലാണ്ട് ടയേർഡാവും. ഇപ്പോ ഉർവശീശാപം ഉപകാരമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാനേ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. അപ്പോ നീ എന്താ ഞങ്ങളോട് പിണങ്ങി നിരാഹാര സമരത്തിലാണോ? നീ ഒന്നും കഴിച്ചില്ല എന്ന് കമല പറഞ്ഞല്ലോ. എനിക്കാരോടും ഒരു പിണക്കമില്ല. ആ എങ്കിലേ ദേ ഇതങ്ങോട്ട് കുടിക്കേ. എങ്കിലേ പിണക്കമൊന്നുമില്ലെന്ന് എനിക്ക് വിശ്വാസം വരത്തുള്ളൂ. കുടിക്കേ. നാളെ വേണ്ടെന്ന് വെച്ച ആ യാത്രയെപ്പറ്റി നീ എത്രമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഉപേക്ഷിക്കൽ വരാൻ പോകുന്ന ഒരു വലിയ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് കരുതി വേണം നീ ഇപ്പോൾ സമാധാനിക്കേണ്ടത്. പക്ഷേ നേരെ തിരിച്ച അമ്പിമാമ എനിക്ക് ഫീൽ ചെയ്യുന്നത് വരാൻ പോകുന്നത് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലെന്നും ഇതുവരെ നടന്നതിനേക്കാൾ വലിയ ദുരന്തങ്ങളായിരിക്കുമെന്നും എന്നോട് ആരോ പറയുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാനൊരു ആശയക്കുഴപ്പത്തില. ശേഷ അത് നിന്റെ മനസ്സിന്റെ പേടികൊണ്ടാണപ്പോ. ഇനി ഒരിക്കലും VP നിന്റെ കാര്യത്തിൽ റിബൽ ആവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഗീതയുടെ ഭാഗത്ത് നിന്ന് എന്നത്തെയും പോലെ സപ്പോർട്ട് നിനക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളോർത്ത് നീ ഭയപ്പെടുന്നത്? ഒന്നും സംഭവിക്കില്ലെന്നേ. എല്ലാം ശുഭമായി തന്നെ വരും. നീ കണ്ടോ? യാത്ര മാറ്റിവെച്ച കാര്യം അമ്മയോട് പറഞ്ഞു അമ്പിമാമ? ഇല്ല, ഞാൻ ആരെയും വിളിച്ചില്ല. അതൊക്കെ ഇതിനകം VP തന്നെ ഗീതയെ അറിയിച്ചിട്ടുണ്ടാവും. അതറിയുമ്പോ ആ പാവത്തിനും സന്തോഷമായിട്ടുണ്ടാവും. VP പറഞ്ഞ പോലെ ശരിക്കും അമ്മയും VPയും തമ്മിൽ ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ലാതെയാണോ ജീവിക്കുന്നത്? കേട്ടിട്ട് അമ്പിമാമൻ എന്ത് തോന്നുന്നു? പണ്ടത്തെ പോലെ അത്ര ഗുരുതരമല്ല കാര്യങ്ങൾ. എന്ന് വെച്ച് പൂർണ്ണമായും ഒരു യോജിപ്പിലെത്തിയോ എന്നുള്ള കാര്യത്തില് എനിക്ക് ഒരു സംശയമുണ്ട്. അതിനി എന്തായാലും നിന്റെ ഈ തീരുമാനം ഒരു കച്ചിത്തുരുമ്പാവണോ? അപ്പോ നീ വിചാരിച്ചാലേ പഴയതുപോലെ അവരെ രമ്യതയിൽ എത്തിക്കാൻ കഴിയും നമുക്ക്. അതിനൊക്കെ സമയവും സാധ്യതയും ഉണ്ട് അമ്പിമാമ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ആദ്യം അറിയേണ്ടത് VPയുടെ ഈ വരവും വാഗ്ദാനവും ഒക്കെ ജെന്യുവൻ ആണോ അതോ പണ്ടത്തെ പോലെ വെറും നാട്യമാണോ എന്നാ. അതിന്റെ ഒരു സത്യാവസ്ഥ എനിക്ക് ബോധ്യപ്പെട്ടേ മതിയാവും. അല്ലാതെ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും അപ്പുമില്ല. വേണ്ടെന്നേ, അതങ്ങനെ തന്നെ മതി. ആ കാര്യത്തിൽ നിന്റെ കൂടെ ഞാനും ഉണ്ട്. അശ്വതി, അശ്വതി, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം. ഭക്ഷണം നീ അത് കഴിഞ്ഞുണ്ടാക്കിയാ മതി കേട്ടോ. ഇന്നെന്താമേ പതിവില്ലാതെ വൈകിട്ടൊരു അമ്പലത്തിൽ പോക്ക്? വിശേഷം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ ഒരു കാര്യം ഒട്ടുണ്ട് താനും. അല്ല അശ്വതി, ആ ടീച്ചർ വന്നപ്പോ മാളുവിനെ പറഞ്ഞു വിടുന്ന കാര്യം നീ എന്താ ഗൗരവമായിട്ട് എടുക്കാഞ്ഞത്? അതിനു വേണ്ടിയാണോ അമ്മ അമ്പലത്തിലേക്ക് പോകുന്നത്? എന്റെ അമ്മേ, അവള് 2 ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പൊക്കോളാമെന്ന് ജോബിനോടല്ലേ പറഞ്ഞത്. പിന്നെ നമ്മളായിട്ട് വേണ്ടെന്ന് പറയുന്നത് ശരിയാണോ? അത് മാത്രമല്ല, ജോബിനും ടീച്ചറിനും അത് സമ്മതമാണ് താനും.
പിന്നെ നമ്മൾ എന്തു പറയാനാ? അല്ല, എന്താ ഇപ്പൊ അവൾ ഇവിടെ നിൽക്കുന്നതിൽ അമ്മയ്ക്കൊരു താല്പര്യക്കുറവ്? എനിക്ക് താല്പര്യക്കുറവ് ഉണ്ടായിട്ടൊന്നും അല്ല. അവൾ എത്ര ദിവസം ഇവിടെ നിന്നാലും അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് താൻ. പിന്നെന്താ പ്രശ്നം? പ്രശ്നം എടി, ഇപ്പൊ അവൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന് വാശി പിടിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? അവക്ക് ഇവിടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടായിരിക്കും. ആ ആഗ്രഹത്തിന്റെ യഥാർത്ഥ കാരണമാ മോളെ ഞാൻ ചോദിച്ചത്. എന്ത് കാരണം? ആ പണിക്കാരുടെ കൊച്ചും മാളുവും തമ്മില് വീണ്ടും ഒരു കൂട്ടുകെട്ടുണ്ടായി വരുന്നുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് സംശയമല്ല, വാസ്തവമുള്ള കാര്യം തന്നെ. ഓ, അതിലെന്താമ്മ ഇത്ര അത്ഭുതം? അവരെപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ. അശ്വതി, നീ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നെന്ന പോലെ സംസാരിക്കരുത്. ഒരുമിച്ചൊരു പാത്രത്തിലുണ്ടും ഒരു പായ കിടന്നുറങ്ങിയ സൗഹൃദമൊക്കെ പണ്ടത്തെ കഥകളാ. പുഴയിലൂടെ വെള്ളം എത്ര ഒഴുകിപ്പോയിരിക്കുന്നു. അടയും ചക്കരയും പോലെ നടന്ന രണ്ടെണ്ണത്തിനെയും നമ്മൾ വെവ്വേറെ പാത്രത്തിലാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് നീ. പണിക്കാരുടെ കൊച്ചിന് ഇങ്ങനെ ഒരു അപാകത ഉണ്ടെന്ന് അറിഞ്ഞപ്പം മുതല് മാളുവിനെ അവളുമായിട്ടുള്ള കൂട്ടുകെട്ടിന്ന് നമ്മൾ അടത്തി മാറ്റിയതല്ലേ? അതിന്റെ ഗുണം മാളുവിന്റെ ജീവിതത്തിൽ ഉണ്ടായതുവാ. ഒരു പേരുദോഷം കേൾപ്പിക്കാതിരിക്കാന് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജാതിയോ മതമോ നോക്കാതെ അവള് തെരഞ്ഞെടുത്ത ജീവിതത്തിന് നമ്മളെല്ലാവരും വിഷമത്തോടെയാണെങ്കിലും സമ്മതം മൂളിയത്. എന്നാലെങ്കിലും ആ ദുഷിച്ച കൂട്ടുകെട്ടിന്റെ പേരും പറഞ്ഞ് അവളുടെ ഭാവി അലങ്കോലമാവില്ലല്ലോ എന്ന് സമാധാനിച്ചു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഒന്ന് നേരെ ചൊവ്വയായി വരിക. ആ സമയത്ത് വീണ്ടും ശങ്കരൻ തെങ്ങേ തന്നെ എന്ന് പറഞ്ഞതുപോലെ വീണ്ടും ഒരടുപ്പത്തിന് മാളുമായിട്ട് മുൻകൈ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അഥവാ അവക്കങ്ങനെ ഒരു തോന്നലുണ്ടായാൽ തന്നെ അവളെ പറഞ്ഞു തിരുത്തേണ്ടത് നമ്മൾ മുതിർന്നവരാ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. അപ്പുവിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ മാളുവിനൊന്ന് ചെന്ന് കാണാൻ തോന്നുന്നത് ഇത്ര വലിയ അപരാധമായിട്ട് തോന്നുകയും വേണ്ട. പിന്നെ മാളു എന്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ താല്പര്യം കാണിച്ചു എന്ന് ചോദിച്ചാ അതിന് മാളുവിനും മാളുവിൻ്റെതായ കാരണങ്ങളും ഉണ്ട്. അത് അവളുടെ ഭർത്താവായ ജോബിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ അവൾ ഇവിടെ നിൽക്കാൻ സമ്മതിച്ചത്. പിന്നെ നമ്മളായിട്ടത് വേണ്ടെന്ന് പറയുന്നത് എന്തിനാ? കാര്യങ്ങളൊക്കെ ശരി തന്നെ, സമ്മതിക്കുന്നു. എന്നാൽ ഇവിടെ നിൽക്കുന്നത് വീണ്ടും വഴിതെറ്റാനുള്ള ഒരു അവസരമായാൽ അതിന് തടയിടേണ്ടത് രക്ഷിതാക്കളായ നമ്മളാ. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അമ്മേ, മാളുവിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഞാൻ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാലോ. സ്വന്തം ജീവിതത്തിൽ ഉണ്ടായ ദുരന്തം മറക്കാൻ വേണ്ടിയിട്ടാവും അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് നമ്മൾ ഓർക്കാതെ പോകരുത്. അപ്പുവിനോട് സംസാരിക്കുന്നത് കൊണ്ട് അവളുടെ മനസ്സിനൊരാശ്വാസം കിട്ടുമെങ്കിൽ അതിലെന്താ തെറ്റ്? അതൊക്കെ ഞാൻ സമ്മതിക്കുന്ന അശ്വതി. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം അതിലൊരു അപകടം കൂടിയുണ്ട്. അപകടോ? എന്തപകടം? അമ്മയാകാൻ കഴിയാത്ത ഒരാളുടെ സങ്കടം അമ്മയാകാൻ ആഗ്രഹിക്കാത്ത ഒരാളോട് പങ്കുവെച്ച അതിൽ നിന്ന് എന്തു ഗുണം കിട്ടുമെന്നാ നീ പറയുന്നേ? ഗുണം കിട്ടില്ലെന്ന് മാത്രമല്ല, അതിലൊരുപാട് ദോഷമുണ്ട് താനും. ഇതൊന്നും ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യമല്ലെന്ന് ആ അപ്പു ഇവളെ പറഞ്ഞ് തിരിക്കാൻ നോക്കില്ലെന്ന് ആര് കണ്ടു? നീ നോക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യ. ഇപ്പോഴത്തെ കാലമാ. പിള്ളേരുടെ മനസ്സ് എങ്ങനെ ഏതൊക്കെ രീതി ചിന്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ശ്രുതി. പണ്ട് മാളുവിനെ സംബന്ധിച്ചിടത്തോളം അപ്പു പറയുന്നതൊക്കെ വേദവാക്യമായിരുന്നു. നമ്മളായിട്ട് അവളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതാ. വീണ്ടും ആ കൊച്ചുമായിട്ടൊരു സംസർഗത്തിന് അവസരം ഉണ്ടായ അപ്പു അവളുടെ മനസ്സ് മാറ്റിയെടുക്കില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മാളുവിനെ ഇവിടെ നിർത്താതെ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ കൂടെ പറഞ്ഞു വിടണമെന്ന്. കുടുംബത്തിനകത്ത് ജീവിക്കുമ്പോഴേ കുടുംബത്തിന്റെ വില മനസ്സിലാവുള്ളൂ. അവളുടെ വിഷമം മാറ്റാൻ നമ്മൾ അനുവദിക്കുന്ന ഈ കുറുക്കുവഴി ഭാവിയിൽ അവളുടെ ജീവിതത്തിന് ദോഷം ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് നീ മനസ്സിരുത്തി ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്ക്. സത്യം പറഞ്ഞ അവൾ ഇവിടെ തുടരുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമല്ല, വല്ലാത്ത പേടിയാ തോന്നുന്നത്. അവളുടെ മനസ്സൊന്ന് മാറിക്കിട്ടണേന്ന് പ്രാർത്ഥിക്കാനാ ഞാൻ ഈ കാലത്തും വൈകിട്ടും ഒക്കെ അമ്പലത്തിൽ പോയി അടിച്ചിട്ട് വീഴുന്നത്. അതുകൊണ്ട് തഞ്ചവും തരവും നോക്കി നീ മാളുവിനോട് ഡോക്ടറോടൊപ്പം പോകാൻ പറ. അതൊരിക്കലും നമ്മളായിട്ട് നിർബന്ധിക്കുന്നത് പോലെ ആകരുത്. അതിന്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്ന്, അപ്പുവിനോട് ഇപ്പൊ തോന്നിയ അടുപ്പം ക്രമേണ അവക്ക് തന്നെ വേണ്ടാന്ന് തോന്നും. രണ്ട്, ഇപ്പോഴുണ്ടായ സങ്കടം മറക്കാൻ ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള ആഗ്രഹം അവളുടെ മനസ്സിൽ തോന്നി തുടങ്ങുകയും ചെയ്യും. ദേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു.
ഇനി നീ മുരളിയും കൂടെ ആലോചിച്ച് എന്താന്ന് വെച്ചാ ഒരു തീരുമാനം എടുക്ക്. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. താൻ ബിസിയാണോ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്ക. എന്താ വി പി, ചായ കോഫിയോ വല്ലതും വേണോ? ഏയ് വേണ്ട, എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താ വി പി? അപ്പു എവിടെയാണെന്ന് തനിക്ക് അറിയാവുന്ന കാര്യം താൻ എന്തിനാ എന്നെ ഒളിച്ചു വെച്ചത്? ഞാൻ വഴക്കിനോ തർക്കത്തിനോ ചോദിച്ചതല്ല ഗീത, പറഞ്ഞല്ലോ ചില കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയാ. അപ്പു അമ്പിമാമന്റെ സംരക്ഷണനാണെന്നല്ലാതെ അവരെവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ കാര്യം സത്യമാ. അല്ല, ഇനി എന്തിനാ അത് ചോദിക്കുന്നത്? വി പി അപ്പുനെ പോയി കണ്ടതല്ലേ? തനിക്ക് അപ്പുവിനെ കാണണോ? മടിക്കണ്ട, പറഞ്ഞോളൂ, ഞാൻ കൊണ്ടുപോവാ തന്നെ. നമ്മൾ ഒരുമിച്ചുള്ളൊരു വിസിറ്റ് ചിലപ്പോ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ ഗുണം ചെയ്തേക്കും. അത് വേണ്ട വി പി, ഞാനില്ല. അതെന്താ? തനിക്ക് അപ്പു ഇവിടേക്ക് വരുന്ന ഇഷ്ടമല്ലേ? ഞാനത് ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ അപ്പു തിരിച്ചു വരുന്നെങ്കിൽ അത് അപ്പുവിന്റെ സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചായിരിക്കണം. അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ അപ്പുനത് എന്നേ ആകായിരുന്നല്ലോ. സാരമില്ല, താൻ വരുന്നില്ലേ വേണ്ട, എനിക്ക് ശ്രമം തുടരാലോ. ആ ഗീത, ശരിക്കും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമാണ്. ആക്ച്വലി അപ്പുവിന്റെ ഹെൽത്ത് പ്രോബ്ലം എന്താണ്? ചോദിക്കാൻ കാരണം ഞാൻ അവളെ കാണുമ്പോൾ ആള് നല്ല ടയേർഡായിരുന്നു. നടക്കാനൊക്കെ ശരിക്കും പ്രയാസപ്പെടുന്ന പോലെ തോന്നി. മാളു എന്നോട് പറഞ്ഞത് അപ്പുനെന്തോ യൂറിനൽ ഇൻഫെക്ഷനോ യൂട്രസിനെന്തോ ഇൻഫെക്ഷനോ അങ്ങനെ എന്തൊക്കെയാണ്. അല്ല, ഇത്രയ്ക്കൊക്കെ ആവശ്യമാകും മാത്രം എന്താ ശരിക്കും അപ്പുന് സംഭവിച്ചത്? പറയൂ. അപ്പുവിന് അസുഖം തുടങ്ങിയത് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടായിരുന്നു. അന്ന് അപ്പു അത് അത്ര കാര്യമാക്കാതെ കൊണ്ടു നടന്നു. നമ്മളോട് ആരോടും പറയാതെ സെൽഫ് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു. അതിന്റെ സൈഡ് എഫക്റ്റും മറ്റെന്തൊക്കെയോ കോംപ്ലിക്കേഷൻസും യൂട്രസിനെ ബാധിച്ചിരുന്നു. പെയിൻ സഹിക്കാതായപ്പോൾ ഞാനും അപ്പവും കൂടെ അന്നൊരു ഗൈനക്കിനെ കണ്ടിരുന്നു. DNC ചെയ്യണമെന്നാണ് അന്നവർ പറഞ്ഞത്. അതിനിടയിലാണല്ലോ അപ്പു ഇവിടെ നിന്ന് മാറാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും അപ്പുവിനെ കണ്ടപ്പോ BP-ക്ക് അങ്ങനെ തോന്നിയത്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അധികം ദിവസമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവും അപ്പു ബെഡ് റെസ്റ്റിലായത്. അമ്പിമാമനെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പ്രയാസമായതുകൊണ്ടാവും സഹായത്തിനൊരു ആയ വെച്ചത് അല്ലേ? ആ, അതാവും. അപ്പുവിനെ കണ്ട എക്സൈറ്റ്മെന്റിൽ അമ്പിമാമനോട് അസുഖത്തിന് ഡീറ്റെയിൽസ് ചോദിക്കാൻ ഞാനും വിട്ടുപോയി. സാരമില്ല, ഇനി പോകുമ്പോഴും ചോദിക്കാലോ. അല്ല, DNC ഒക്കെ കഴിഞ്ഞെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്ത് അധികം കണ്ടിന്യൂ ചെയ്യാതെ എത്രയും പെട്ടെന്ന് അപ്പുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സേഫ്. തനിക്ക് അങ്ങനെ തോന്നുന്നില്ലേ? അതെനിക്കും BP-ക്കും മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൂടെ മനസ്സ് വെക്കണ്ടേ? സ്വയം തോന്നുന്നില്ലെങ്കിൽ അപ്പുവിന് അതിന്റെ കോൺസിക്വൻസസ് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം പാരന്റ്സ് ആയ നമ്മുടേതാ. അങ്ങനെ അവളെ കൃത്യമായി ഓരോന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാതെ പോയതാണ് നമ്മുടെ പാളിച്ചേ. പ്രോപ്പർ പാരന്റിംഗ് ആണെങ്കിൽ ഒരു കുട്ടിയും ഒരു കാരണവശാലും ഒരു മോശം ട്രാക്ക് തിരഞ്ഞെടുക്കില്ല. ഒക്കെ അറിയാവുന്ന നമുക്ക് തന്നെ പഴിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴാ അത്ഭുതം. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.